ശരിക്കും ഞാൻ ഗ്രൂപ്പിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു വൈഫ് ടീമിന് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്റെ ഫ്രണ്ട്സിനെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ട് ഒരു റോസാപ്പൂ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല. അതിന്റെ ഇടയിലാണ് ഞാനും എന്തും കൂടി ചെറിയൊരു ക്ലാഷ് ഉണ്ടായി ചെയ്തത്. അപ്പൊ ഇത് രണ്ടും കൂടി ആയപ്പോ ഇവിടെ വന്ന സമയത്ത് മൂപ്പര് വന്നപ്പോ അല്ല അത് പ്ലാന്റ് അല്ല, അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. അതാണ് നിൽക്കട്ടെ, അതായിട്ടില്ല, അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. അപ്പൊ അങ്ങനെ ഒരു സംഭവം വന്നപ്പോ പിന്നെ മൂപ്പര് പറഞ്ഞപ്പോ കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞ മാതിരി കണ്ണൊക്കെ ചുമന്നും ചെയ്ത് ഇതും കൂടി കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇതാണ് നമ്മളെ അമീൻസ്. ഇത്രേ ഉള്ളോ വൈബ് വൈബ് വൈബ്. ഈ ദീപ്തിന്റെ ഇന്നോ രാവിലെ വിളിച്ച് എന്നെ വിളിച്ചിരുന്നു. ഇപ്പൊ ഇങ്ങനെ ചുരിദാർ എടുക്കാൻ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇത് ഇവിടെ മൂപ്പര് ഇത്ര സീരിയസ് ആയി പറഞ്ഞപ്പോ മോള് എന്നെ ട്രോൾ ചെയ്താന്ന് ഞാൻ വിചാരിച്ചു. ഇത് ട്രോളാണെന്ന് കണക്ക് കൂട്ടിയിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു സംഭവം വന്നതോടുകൂടി ആയപ്പോ ഞാൻ ആകെ ഡെസ്പായി. ഇത്രയും ഇതായിട്ട് ഇനി പിന്നെ നാക്കുകൊണ്ട് ഇപ്പൊ ഇത് തുമ്പില്ലാതെ ആയോ. പിന്നെ എല്ലാരും കുറ്റപ്പെടുത്തി തന്നെയാണല്ലോ റിയാസ് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണെന്നല്ലോ. അപ്പൊ എന്താ പറയാ, സംഭവം സെറ്റായി. എല്ലാവർക്കും താങ്ക്സ്. സങ്കടപ്പെട്ടോ അവര് വന്നിട്ട് എല്ലാരും ഇവിടെ ഉണ്ട്, ഫുഡ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കാളക്കൂട്ടിന് പോണെന്ന് പറഞ്ഞ്. പക്ഷെ ഇവിടെ വന്നപ്പോ ആരുമില്ല. വലിയൊരു ഹോളും ബുക്ക് ചെയ്തിട്ട് ഇതിപ്പോ എന്താണ്. പിന്നെ മോൻചേട്ടായി പറഞ്ഞ് റിയാസിന്റെ നാക്ക് പ്രശ്നമായി എന്ന് പറഞ്ഞ സാധാരണ അങ്ങനെ തന്നെയാണ്. കണ്ട കാര്യം മുഖത്തൊക്കെ ആരോടും പറയും. അപ്പൊ അവിടെയും അതും പ്രശ്നമായോ. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഒരു ഡയലോഗ് കൂടി പറഞ്ഞു, ചിലപ്പോ ഇതായിരിക്കും നമ്മളെ ലാസ്റ്റ് കൂടല് എന്നൊക്കെ മനസ്സിച്ചേട്ടായി പറഞ്ഞപ്പോ സങ്കടം വന്നു. കാരണം വീട്ടില് ഇത്രയും കാലമായിട്ട് റിയാസ് ഇങ്ങനെ ഗ്രൂപ്പിന് അഡിക്റ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാനും മോനത് പറയും ചെയ്യും, ഓ നിങ്ങളൊരു പി ടി എന്നുകൊണ്ട് എപ്പോഴും പറയും. ഇതെല്ലാ വീട്ടിലത്തെ ഡയലോഗ്. അത് വീട്ടിലൊക്കെ പൊതുവെ പറഞ്ഞിട്ടുണ്ടേ. ഇപ്പൊ ഇത്ര ഉള്ളോന്ന് വിചാരിച്ച ആകെ സങ്കടമായി. പക്ഷെ റിയാനി സർപ്രൈസ് ആയി. താങ്ക് യു. ഉമ്മത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഞങ്ങള് സർപ്രൈസ് കൊടുത്തതിനെ പറ്റി 2 വാക്ക് സംസാരിക്കും. സർപ്രൈസ് കൊടുത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇഷ്ടായോ? ഗിഫ്റ്റ് നല്ല ഇഷ്ടമായി. അതെ, ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മുടെ നിലമ്പൂരത്തെ ഫർസലാണ് കേട്ടോ. ഞങ്ങളുടെ അമിഗോസിലെ റിയാസിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇതുവരെ വൈഫിനൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടൊന്നും അങ്ങനെ സെലിബ്രേഷനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവനൊരു സർപ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊരു പ്ലാൻ ഇട്ടു, വൈഫിന് അവൻ സർപ്രൈസ് കൊടുക്കുമ്പോൾ അവനിട്ട് ഞങ്ങൾ പ്രാങ്ക് കൊടുക്കാമെന്ന്. അപ്പം ഞങ്ങളവിടെ എത്തിയപ്പോൾ ഞാൻ ചേട്ടനും അവിടെ എത്തി. ടീച്ചർ പറഞ്ഞു ബാക്കിയുള്ളവരാരും വരുന്നില്ല, അവർ പിണങ്ങിപ്പോയി, തെറ്റിപ്പോയി, ആരുമില്ല. അപ്പോൾ ഇത്രയും വലിയൊരു ഹോളൊക്കെ ബുക്ക് ചെയ്തിട്ട് ആരും വരുന്നില്ലേ എന്നുള്ളൊരു സങ്കടത്തിരിക്കുമ്പോൾ അവരെല്ലാവരും അവിടെ മാറി നിൽക്കുകയായിരുന്നു. എല്ലാവരും വന്ന് പെട്ടെന്ന് അവനാകെ അത്ര നേരം ആൾ ഡെസ്പായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഞാൻ എല്ലാവരുടെയും കയറി വന്നപ്പോൾ അവനാകെ പെട്ടെന്നൊരു സർപ്രൈസ് ആയിപ്പോയി. നമുക്ക് ബാക്കി ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷൻ ഫുള്ള് കാണാം കേട്ടോ. ഞാൻ പറയാം എന്തിനു ഞാൻ റെഡി ആവുന്നത്. സന്തോഷമായി ഞങ്ങൾക്കപ്പോ. സന്തോഷമായി ജന്മദിനം കുട്ടിക്ക് അതിന് കൊടുക്കണേ. ഉമ്മത്തൊക്കെ നോക്കിക്കോ. ഓരോരുത്തരടുത്തേക്ക് വരാന്നുള്ള കണക്കൂട്ടൽ വെക്കാണ്. അതിന്റെ കടകൾ തീരുമാനമൊക്കെ പോലെ ഞങ്ങളെ ഇത്രയൊക്കെ
എക്സിക്യൂട്ടീവ് സന്തോഷ് ചെയ്തു. നിങ്ങളത് വെടിപ്പായിട്ട് പ്ലാൻ ചെയ്തു. നമ്മൾ ഇതിന് മുന്നേ കൂടിയിട്ടുണ്ടെങ്കിലും പക്ഷെ ആരും അങ്ങനെ പിള്ളേരൊന്നും കൊണ്ടുവരാറില്ല കേട്ടോ. അപ്പോൾ മക്കളെയൊക്കെ ഒന്ന് പരസ്പരം പരിചയപ്പെടുത്തുകയും എല്ലാവരും തമ്മിൽ കുട്ടികൾക്കൊക്കെ ഒരു പരിചയം വേണ്ടിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ സംസാരിക്കാതിരുത്. നമ്മൾ മന്തി അൽഫാം ഓർഡർ ചെയ്തു, കുറേ പേര് സൂപ്പ് ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡ് കഴിക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. ഒന്ന് രണ്ട് പേർക്ക് എന്തോ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡൊന്നും കഴിച്ചില്ല. കാരണം കല്യാണം സൺഡേ പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചിറങ്ങി. ഇനി ഞങ്ങൾ നേരെ പോകണം നമ്മുടെ കാളകൂട്ട് കാണാനാണ് കേട്ടോ. കുറച്ച് പേരൊക്കെ പോരുന്നില്ല, ബാക്കി കുറച്ച് പേര് പോകുന്നുണ്ട്. പുതിയ കാറാണല്ലോ. ഇന്നത്തെ ഈ ഒരു ബർത്ത്ഡേ പാർട്ടി വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.